നവകേരള സദസ്സിനെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാറും മറ്റു സുരക്ഷാ ജീവനക്കാരും ചേർന്ന് മൃഗീയമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച അന്വേഷണ നടപടി ഇനി മിന്നൽ വേഗത്തിൽ. നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആശ്രിതനായി ഗൺമാൻ തസ്തികയിൽ തുടരുന്ന അനിൽകുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തി. റിസർവ് സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് പിണറായി പ്രൊമോഷൻ നൽകി സംരക്ഷിച്ചു നിർത്തിയ അനിൽകുമാർ വൈകാതെ റിട്ടയർ ചെയ്യുകയാണ്. സസ്പെൻഷനൊപ്പം വകുപ്പുതല നടപടിയും വരുന്നതോടെ പിരിഞ്ഞാലും ഇയാൾക്ക് പെൻഷൻ വാങ്ങാൻ കഴിയില്ലെന്നാണ് വിവരം. IAS-കാരനായ പ്രശാന്തിനെ പലതവണ സസ്പെൻഡ് ചെയ്ത പിണറായി പുറത്തു നിർത്തിയ അതേ രീതിയിൽ അനിൽകുമാറിന് ഇനി റിട്ടയർമെന്റ് വരെ വീട്ടിലിരിക്കേണ്ടി വരും. അന്വേഷണം നീളുന്നതനുസരിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ ഇയാൾക്ക് കൈപ്പറ്റാൻ കഴിയില്ല. 30 വർഷത്തിലധികം സർവീസുള്ള ഫുൾ പെൻഷൻ അർഹനായ ഇയാളുടെ ഗ്രാറ്റുവിറ്റി അടക്കം മറ്റാനുകൂല്യങ്ങളും മുടങ്ങും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സസ്പെൻഷൻ കാലത്ത് ലഭിക്കുന്ന പകുതി ശമ്പളം കൊണ്ട് ഇയാൾക്ക് ഇനി കുടുംബം പോറ്റേണ്ടി വരും. നടപടി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെങ്കിലും പുതിയ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെ സ്വാധീനിച്ച് അന്വേഷണം തണുപ്പിക്കാൻ നീക്കം ആരംഭിച്ചതായാണ് വിവരം. മുൻ UDF സർക്കാരിന്റെ കാലത്ത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണമടക്കം രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിൽ അട്ടിമറിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. മന്ത്രിസഭയിലെ രണ്ടാമൻ വഴി ഇത്തരം അട്ടിമറിക്കുള്ള കരുക്കൾ നീക്കുന്നതിൽ പിണറായി വിജയൻ പലകുറി വിജയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അനിൽകുമാറിനെ രക്ഷിക്കാൻ നീക്കം ആരംഭിച്ചതായാണ് സംസാരം. അന്ന് ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയ നിലവിലെ ആലപ്പുഴ MLA AD തോമസ് അടക്കമുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ തൽക്കാലം അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കും. ഇക്കാര്യത്തിൽ വി.ഡി. സതീശന് കനത്ത ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ അനിൽകുമാർ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരിപ്പോരും. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥനായ SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് പുനരന്വേഷിക്കുക. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് SP ഷൗക്കത്ത് അലിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയത്. TP വധക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് ഷൗക്കത്ത് അലി. അധികാരത്തിലെത്തിയാൽ അന്ന് തങ്ങളുടെ കുട്ടികളെ വഴിയിലിട്ട് ക്രൂരമായി വേദനിപ്പിച്ച ഒരൊറ്റ ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ലെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ വി.ഡി. സതീശൻ ആവർത്തിച്ചു വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പദവിയിലെത്തിയ ഉടൻ തന്നെ ആ വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ ദ്രുതഗതിയിലുള്ള നീക്കം. ആദ്യം കേസെടുക്കാൻ മടിക്കുകയും പിന്നീട് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ കർശന ഉത്തരവിനെ തുടർന്ന് മാത്രം FIR രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്ത മുൻകാല പോലീസ് നടപടികൾ കൂടിയാണ് പുതിയ അന്വേഷണത്തോടെ തിരുത്തപ്പെടുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ആലപ്പുഴയിൽ എത്തിയപ്പോഴായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച VVIP ബസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധിച്ച യുവാക്കളെ അവിടെയുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥർ തടയുകയും സുരക്ഷിതമായി പിടിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ മന്ത്രിസംഘം സഞ്ചരിച്ചിരുന്ന ബസിന് പിന്നാലെ പ്രത്യേക ഔദ്യോഗിക കാറിലെത്തിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനായ S. സന്ദീപും വണ്ടിയിൽ നിന്നിറങ്ങി ലാത്തിയുമായി പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. വൻ ജനരോഷമാണ് അന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംസ്ഥാനത്തുടനീളം ഉയർന്നത്. ഗൺമാൻ അനിൽകുമാർ 1ാം പ്രതിയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് 2ാം പ്രതിയുമായാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ അക്കാലത്ത് ഈ ക്രൂരതയെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തന്റെ ഗൺമാൻമാർ മർദ്ദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു നിയമസഭയിൽ ഉയർന്ന ചോദ്യത്തിന് ഉത്തരമായി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. എന്നു മാത്രമല്ല, VVIP ബസിന് മുന്നിലേക്ക് ചാടിയ പ്രതിഷേധക്കാരിൽ നിന്ന് തന്നെ രക്ഷിക്കാനുള്ള ഗൺമാൻമാരുടെ ആത്മാർത്ഥമായ രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു അതെന്ന വിചിത്രമായ ന്യായീകരണവും അദ്ദേഹം അന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു.
ഉദ്യോഗസ്ഥ തലത്തിൽ ഏറെ മുൻപരിചയവും ആർജവുമുള്ള SP ഷൗക്കത്ത് അലിയുടെ കൈകളിലേക്ക് അന്വേഷണം എത്തുന്നതോടെ കേസ് കൂടുതൽ ശക്തമാകുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. മുൻ ഭരണകൂടം ഉപയോഗിച്ച് സംരക്ഷിച്ചു നിർത്തിയ ഉദ്യോഗസ്ഥർക്ക് പുതിയ സർക്കാരിന്റെ ഈ പുനരന്വേഷണ നീക്കം വലിയ തിരിച്ചടിയാകും. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷികളുടെ മൊഴികളും മാധ്യമ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും വീണ്ടും ശാസ്ത്രീയമായി പരിശോധിച്ചുകൊണ്ട് പ്രതികളായ ഗൺമാന്മാർക്കെതിരെ കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക സമിതിയുടെ തീരുമാനം.